സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ഈ ഒരു കാലാംശത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രധാനമായൊരു കാര്യത്തിൻ്റെ ഒരു പരിഹാരമാർഗം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നമ്മൾക്കറിയാം, നമ്മൾക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും, അതിൽ അസൂയ കൊണ്ട് പിരിമുറുക്കം അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അപ്പം ഈ നല്ല നല്ല കൂട്ടുകെട്ടാണ് നമുക്ക് എപ്പോഴും ഉപകരിക്കുക. അസൂയാലാക്കളായ ആൾക്കാരുമായി കൂട്ടുകൂടുമ്പോൾ അത് നമ്മൾക്ക് നാളെ ദോഷം ചെയ്യും. അപ്പോൾ പക്ഷേ നമ്മൾക്ക് ഈ അസൂയ ഉള്ള ആൾക്കാരാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരിലായാലും അല്ലെങ്കിൽ അയൽവാസികളായാലും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആൾക്കാരായാലും നമ്മളോട് അസൂയ ഉണ്ടോ, അവർക്ക് നമ്മളിൽ എന്തെങ്കിലും അസൂയ ഉണ്ടോ എങ്കിൽ അവരെ നമുക്ക് തിരിച്ചറിയണം. അതെങ്ങനെയാണ് തിരിച്ചറിയുക? യാതൊരു സംശയവുമില്ല, അവരെ നമുക്ക് തിരിച്ചറിയാം. അതിനുള്ള വഴിയുണ്ട്. അപ്പോൾ നമ്മളോട് അസൂയ ഉള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ്? നമ്മളോട് അസൂയ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇവിടെ ചിന്തിക്കേണ്ടത്, അസൂയ ഒരുവിധം എല്ലാവരോടും ഉണ്ടാകും. ആദ്യം നമ്മൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ദൈവം ഓരോ ആൾക്കാരെ ഓരോരോ കഴിവുകൾ തന്നിട്ടാണ് വളർത്തുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, എനിക്കുമുണ്ട് ഒരു കഴിവ്. നല്ലതുപോലെ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർ ഉണ്ടാവും. അതുപോലെ എല്ലാവർക്കും പാടാൻ കഴിയുമോ? എനിക്ക് നല്ലപോലെ പാട്ട് പാടാൻ കഴിയില്ല, പക്ഷെ ഓരോർക്ക് നല്ലപോലെ പാട്ട് പാടാൻ കഴിയും. നല്ലതുപോലെ കഥ പറഞ്ഞിട്ട് ഫലിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അതാകില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ആ ഒരു കഴിവുണ്ടാവും. അത് നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. അതിൽ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. നല്ലതുപോലെ പ്രഭാഷണം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഈ പ്രഭാഷണം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ്. പക്ഷേ പ്രഭാഷണവും പ്രസംഗവും രണ്ടാണ്. പ്രസംഗിക്കാൻ കഴിവുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും. അവർ പരസ്പരം ഇങ്ങനെ ഈ അസൂയ കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഇനി ഇതൊന്നുമല്ല കഴിവ്. ചിലപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള കഴിവായിരിക്കും. ചിലപ്പോൾ നല്ല വിധത്തിൽ തെങ്ങുമ കയറാൻ കഴിയും. ചിലർക്ക് തെങ്ങ് എന്നല്ല ഒരു മരത്തിലും കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അത് അവരുടെ ഒരു പ്രത്യേക കഴിവാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ കഴിവുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചില ആൾക്കാർ ഒരു കാര്യം ഒറ്റ തവണ കണ്ടാൽ മതി, അവരത് അതേപടി പകർത്തിയിട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരാൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഒരു സ്കൂട്ടർ ഒരാൾ നന്നാക്കുന്ന കണ്ടുവന്നിരിക്കട്ടെ, പിറ്റേന്ന് നിന്നിട്ട് അയാളുടെ സ്കൂട്ടറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇയാൾ നല്ല ക്ലിയർ ആയിട്ട് അത് നന്നാക്കും. വിദ്യാഭ്യാസം കുറവായിരിക്കും, പക്ഷേ ഇത് ഒറ്റ നോട്ടത്തിൽ അയാൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യും. അതുപോലെ സഹായിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ്, ഒന്നും പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന മനസ്സ്, അത് ഈ പാട്ട് പാടുന്ന ആൾക്കാരോ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർക്കൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആ ഒരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള വ്യത്യസ്തമായ കഴിവുകളാണ് നമുക്ക് ഓരോ ആൾക്കാർക്കും ഉണ്ടാവുക എന്ന് ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും മറ്റുള്ളവരോട് അസൂയ ഉണ്ടാകരുത്. ഇനി നമ്മളോട് ഒരാൾക്ക് അസൂയ ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം നമ്മുടെ കഴിവുകളുണ്ടാവല്ലോ, നമ്മുടെ കഴിവുകളെപ്പറ്റി ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ടാവും. അപ്പോൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുമ്പോൾ ഈ നമ്മളോട് അസൂയുള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ ഒരു എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് നല്ലൊരു കഴിവ് തെളിയിച്ചിട്ട് നമുക്കൊരു അഭിനന്ദനം കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ സമൂഹത്തിലൊക്കെ നല്ല രീതിയിൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിനന്ദിക്കുന്നതാണെന്നിരിക്കട്ടെ. അപ്പോൾ അഭിനന്ദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ക്ലാസ്സിൽ ഈ വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ അഭിനന്ദിക്കുന്ന അവസരത്തിൽ അസൂയുള്ള ആൾക്കാരാണെങ്കിൽ അവർ
നമ്മളുടെ മുന്നിൽ നേരിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചൊരു വേദിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലും അവരാദ്യം പറയുന്നത് വെച്ചാൽ ഇതെല്ലാം എന്താണ് ഇപ്പോൾ ഇതിനേക്കാളും വലിയ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിനാട് അപ്പുറമുള്ള കുട്ടിക്ക് ഇതിനേക്കാളും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഇങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല, അതിനൊരു മാർക്ക് കിട്ടി അത്രയേ ഉള്ളൂ എന്ന വിധത്തിൽ ഇതൊരു നിസ്സാരമാക്കിയിട്ടായിരിക്കും അവരത് അവതരിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മളോടാണ് പറയുന്നിരിക്കട്ടെ, നമ്മളോട് പറയുന്ന അവസരത്തിലും ഈ കാര്യം ഇതിനെക്കുറിച്ച് ഞാനും വേറൊരാളും മറ്റു 3 ആൾക്കാർ കൂടി സംസാരിക്കാതിരിക്കട്ടെ, അങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ ഈ അസൂയ ഉള്ള ആളെന്താ ചെയ്യുമെന്നറിയാം, അവർ ഈ വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ ഈ വിഷയമാണ് സംസാരിക്കുന്നത്, അപ്പോൾ ആ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് വേറെ ഏതെങ്കിലും വിഷയം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയത്തോട് അത്ര വലിയ താല്പര്യമില്ല, അവർക്ക് കേൾക്കുമ്പോൾ തന്നെ അസഹനീയമായിട്ട് തോന്നുന്നു എന്ന് വേണം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വിഷയം വ്യതിചലിച്ച് നമ്മുടെ വിഷയത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല എന്നർത്ഥം. ഇനി വേറൊരു ചില ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യുമെന്നറിയാം, നമ്മുടെ ഈ ഇതിന് അഭിനന്ദനവും മറ്റു കാര്യങ്ങളായിട്ട് എല്ലാ സമൂഹത്തിലും സ്വത്ത് ഇയാളെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളായിട്ട് ഒരു നേർക്ക് കാണാനിടയായി, സംസാരിക്കാനിടയായി. ആ അവസരത്തിൽ ഇവർ ഉപദേശ രൂപേണ പറയുന്നത് മാർക്കെല്ലാം കിട്ടിയ അതെല്ലാം നല്ല തന്നെയാണ്, പക്ഷേ നിൻ്റെ ചില സ്വഭാവങ്ങൾ അത് വളരെ മോശമാണ് എന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ അവർ കണ്ടെത്തും. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അത് കണ്ടെത്തിയിട്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയും ഇത് ഒക്കെ നിങ്ങൾ മാറ്റണം, എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതാവുമല്ലോ. ഇതെന്തിനാ പറയുന്നതെന്നറിയോ, ആ നെഗറ്റീവ് പറഞ്ഞ് നമ്മുടെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് പറയുന്നത്. ഒരു ഉപദേശ രൂപേണ പറയാൻ നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങൾ ഈ തരത്തിൽ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന ആൾക്കാരുണ്ടോ, ഉറപ്പാണ് അവർക്ക് ഈ പറയുന്ന തരത്തിൽ നമ്മളോട് ഒരു അസൂയ ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ ആ വിഷയത്തിൽ നിന്നും ആ വിഷയത്തിൽ നമ്മളെ അഭിനന്ദിക്കുന്നുമില്ല, മറിച്ച് അവർ വേറെ വിഷയത്തിൽ കൊണ്ടുവരുന്നു. മാത്രവുമല്ല നമ്മളെ ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കുക ഇതിൽ അവർക്ക് നമ്മളോട് അസൂയ ഉള്ളത് കൊണ്ടാണ് എന്നർത്ഥം. ഇനിയോ വേറെ ചില ആൾക്കാരുണ്ട്, അവരെന്താണ് ചെയ്യുന്നറിയോ, ഈ ഞാനും നമ്മൾ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഞാനും അദ്ദേഹം കൂടി എന്നോടാണ് അസൂയ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോടാണ് എനിക്ക് അസൂയ ഉള്ളതെന്നിരിക്കട്ടെ, അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർ അഭിനന്ദനം പറയുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നമ്മൾ പരസ്പരമാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാനായിരിക്കും എൻ്റെ കഴിവുകളായിരിക്കും പറയുക, ഞാൻ സ്വയം പുകഴ്ത്തി പറയും. അപ്പോൾ ഇങ്ങനെയുള്ളത് എനിക്ക് അങ്ങനെ എനിക്കുണ്ടായിട്ടില്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ നേടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾക്ക് നല്ല കഴിവുണ്ട്, ആ കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു എന്നിരിക്കട്ടെ, അതിനേക്കാളും വലിയ കഴിവുള്ള ആൾക്കാർ വേറെയുണ്ട് എന്ന വിധത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉറപ്പിച്ചോ അവർക്ക് നമ്മളോട് ചെറിയൊരു നീരസമുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് അസൂയ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കഴിവുകൾ അവർ കാണാതെ പോയിരിക്കുന്നത്. അത് നമ്മളൊന്ന് ഉറപ്പിക്കുക. ശക്തമായ അസൂയുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒരു കാരണവുമില്ലാതെ നമ്മളോട് പിണങ്ങി നടക്കും. നമ്മുടെ മുഖത്തോട് മുഖം പോലും നോക്കില്ല. ഇപ്പോൾ നേരിട്ട് നമ്മളിപ്പോൾ നടന്നു പോകുകയാണെന്നിരിക്കട്ടെ, നടന്നു പോകുന്ന അവസരത്തിൽ എതിരെ അവർ വന്നെന്നിരിക്കട്ടെ, എതിരെ വന്നു കഴിഞ്ഞാൽ അവർ മിണ്ടില്ല, അവർ കാണാത്ത ഭാവത്തിൽ കടന്നു പോകും. ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അവർ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവർക്ക് നമ്മളോട് അസൂയയാണ്. നമുക്കൊരു നല്ലൊരു കഴിവിട്ട് ഇപ്പോൾ +1 അല്ല +2 നല്ല മാർക്ക് വാങ്ങി, അല്ല SSLCക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു, നല്ല വിജയം നേടി. അപ്പോൾ നല്ല വിജയം നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നന്നായിട്ടുണ്ട് എന്ന് പറയില്ലേ, ഇത് പറയാനുള്ള അസഹനീയത ഉണ്ടെന്ന് വരുന്ന ശരി ഇവർ ആ കുട്ടിയെ കാണാത്ത ഭാവത്തിൽ പോകും. അല്ല വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവിന് ഐശ്വര്യ അദ്ദേഹത്തിന് ഒരു മെഡൽ കിട്ടി, ഒരു അധ്യാപകന് നല്ലൊരു മെഡൽ കിട്ടി, അപ്പോൾ സഹാധ്യാപകനാവാം അല്ല മറ്റാരെങ്കിലും ആവാം, അവർക്കിത് അസഹ്യമായതുകൊണ്ട് ഇദ്ദേഹം വരുമ്പോൾ ചിലപ്പോൾ കാണാത്ത ഭാവത്തിൽ അങ്ങ് പോകും. കാരണം ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റില്ല, കാരണം അത് സഹിക്കില്ല അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും പത്രത്തിൽ മറ്റിടത്തെല്ലാം മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഈ വിഷയം സംസാരിച്ച് പോകുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഡൽഹിയിൽ പോയിട്ട് അധ്യാപകനുള്ള ഒരു മെഡൽ വാങ്ങിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ കാര്യം ചോദിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് അത് കാണാത്ത ഭാവത്തിൽ അയാൾ കടന്നു പോകും.
ഇത് മാത്രമല്ല, അത് നമ്മുടെ ഈ അസൂയ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏത് കർമ്മവും മതി. നല്ല പാട്ടുകാരനായിട്ട് അറിയപ്പെട്ടാൽ, നല്ല കഥാകാരനായിട്ട് അറിയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു പ്രഭാഷകനായിട്ട് അറിയപ്പെട്ടാൽ, അല്ലെങ്കിൽ നല്ലൊരു പ്രാസംഗികനായിട്ട് അറിയപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഏത് മേഖലയെടുത്താലും, തൊഴിലിൽ തന്നെ നല്ല ജോലിക്കാരനാണെന്ന് നാട്ടുകാരിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ നോക്കി ഏതൊക്കെ കർമ്മം ചെയ്ത് നല്ല കച്ചവടക്കാരനാവട്ടെ, നല്ല പണക്കാരനായി മാറട്ടെ, ഇനി നല്ല വസ്ത്രം ഇട്ട് നടക്കുന്ന ആളാവട്ടെ, നല്ല സ്വഭാവത്തിന് ഉടമയാവട്ടെ, ഇങ്ങനെ എന്ത് വന്നാലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഈ അസൂയ ഉണ്ടാവും. അങ്ങനെ വരുന്ന അവസരത്തിലായിരിക്കും ഇവർക്ക് നമ്മളോട് ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് അവർ വേറെ വഴിക്കേക്ക് കൂടി പോകും. കാരണം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയം സംസാരിക്കേണ്ടി വരും. അത് തന്നെയാണ്. ഇനി ഇതൊന്നല്ല, വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ അസൂയ ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മുടെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, അത് വലിയതാക്കിയിട്ട് പിന്നെ ഓന് ഇതെല്ലാം അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടാകും, പക്ഷെ ഓനെ ശരിയായ സ്വഭാവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഓൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഓൻ ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കും. എന്തിനാണ്? അവൻ്റെ ആ ഉയർച്ച ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്ര കണ്ട അസൂയാണ്. ഇങ്ങനെയുള്ള അസൂയാൽക്കായ ആൾക്കാരാണ് നമ്മളോട് കൂടുതലും നമ്മൾ ചിലപ്പോൾ അറിയാതെ അവരായിട്ട് കൂടുതലായിട്ട് കമ്പനി കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയണം. അതുപോലെ തന്നെ വേറെ ചില ആൾക്കാരുണ്ടാവും, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കും. പലതരത്തിലുള്ള പരദൂഷണം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവർക്ക് നമ്മളോട് എന്തുണ്ട്? അസൂയ ഉണ്ടാകും. അതിനോട് വേറൊന്നുമല്ല, കുറ്റങ്ങൾ, നമ്മളില്ലാത്തതും ഉള്ളതുമായ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടക്കും ചില ആൾക്കാരോട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, അവർക്ക് അസൂയ. ഇപ്പോൾ നമ്മൾ വേറൊരു ചില അസൂയ കൊണ്ട് തിളങ്ങുന്ന ആൾക്കാർ, ഇതെങ്ങനെയുള്ള ആൾക്കാർ വേറൊരു കാര്യം കൂടി ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു മേഖലയാണ്, അതിൽ നമുക്ക് നല്ല കഴിവ് തെളിയിച്ചു. ചിലപ്പോൾ പോലീസ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ അതല്ല ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് അതിന് നല്ലപോലെ പ്രാവീണ്യം നേടി നിൽക്കട്ടെ. അങ്ങനെ നല്ല പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ ആണല്ലോ ഈ അഭിനന്ദനമൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ അഭിനന്ദിക്കുന്ന സമയത്താണെന്ന് അവർ പറയുക, നമ്മൾ ആ അഭിനന്ദനം അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പറയും, എടോ ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല, ഇതിനേക്കാളും നിനക്ക് തിളങ്ങാൻ പറ്റുന്നത് ഇന്ന മേഖലയിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശ രൂപേണ നമ്മൾ അതിൽ നിന്ന് വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റുള്ള വിഷയത്തിലായിരിക്കും നമ്മൾ പോയിട്ട് അതിലിങ്ങനെ തിളങ്ങി അതിലൂടെ നമ്മൾ വരുമാനമൊക്കെ നേടുന്നു, അല്ലെങ്കിൽ അതിലൂടെ പ്രശസ്തി നേടുന്നു എന്നിരിക്കട്ടെ. ആ സമയത്താണ് ഇവരെന്ത് ചെയ്യുക, നമ്മളെ വഴിതിരിച്ച് വിടാൻ വേണ്ടി വരാം. അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇന്ന വഴി ചെയ്യുന്നതാണ്, ഇതിലൂടെ പോയി കഴിഞ്ഞാലാണ്, ഈ മേഖലയിലൂടെ പോയി കഴിഞ്ഞാലാണ് നിനക്ക് കുറച്ചും കൂടി ഉയർച്ച ഉണ്ടാവുക എന്ന്. കാരണം എന്താ, ഇതിൽ തിളങ്ങുമ്പോൾ അവന് സഹിക്കുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഉറപ്പിക്കാം, ഇദ്ദേഹത്തിന് നമ്മളോട് അസൂയുണ്ട്. ഇനി വേറെ ചില ആൾക്കാരുണ്ടാവും, നമ്മൾക്ക് ഈ ഒരു വിഷയം നമ്മളൊരു വേദിയിൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേര് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി തന്നെ ഇരിക്കട്ടെ, കണ്ടുമുട്ടി ഇവർ സംസാരിക്കാനിരിക്കട്ടെ. സംസാരിക്കുന്ന സമയത്ത് എന്താണ് സ്വാഭാവികമായിട്ട് എന്ത് സംസാരിക്കും? ഈ വിഷയം സംസാരിക്കും. ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ, കാരണം ചിലപ്പോൾ ഒരു പ്ലസ് ടുവിന് അല്ലെങ്കിൽ SSLCക്കോ നല്ല മാർക്ക് മേടിച്ച ആളാവാം, അല്ലെങ്കിൽ ഇത് മെഡൽ വാങ്ങിച്ച ആളാവാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പാട്ട് പാടിയിട്ട് നല്ല, കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ വെച്ച് നല്ലൊരു പാട്ട് പാടി, ആ പാട്ട് പാടിയ സമയത്ത് എല്ലാവരും കൈയടിച്ചു, ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പിറ്റേന്നാ കാണുന്നിരിക്കട്ടെ. അപ്പോൾ ഇത് സഹിക്കുമോ? അങ്ങനെ സഹിക്കില്ല. ആ അസൂയുള്ള ആൾക്കാർക്ക് സഹിക്കില്ല. അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ നമ്മളൊന്ന് പ്രാവീണ്യം നേടിയിട്ട് അതിന് അഭിനന്ദനം അറിയിക്കുന്ന സമയത്താണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതെങ്കിൽ, ഈ വിഷയം നമ്മൾ സംസാരിക്കാൻ ഇടവരുമ്പോൾ തന്നെ അവരെന്താ ചെയ്യുന്നറിയോ, ഉടൻ തന്നെ ഈ വിഷയം അങ്ങോട്ട് മാറ്റിക്കളയും. അവർ നമ്മൾക്ക് താല്പര്യമില്ലാത്ത വേറെ ഏതെങ്കിലും വിഷയം എടുത്ത് അങ്ങോട്ട് ഇടും. എന്നിട്ട് ആ വിഷയത്തിൽ വളരെ താല്പര്യത്തോട് സംസാരിക്കും. കാരണം എന്താ, ഇവൻ്റെ ഈ സംസാരം കേൾക്കാൻ കഴിയുന്നില്ല, അത് തന്നെയാണ് കാരണം. അതിനും അസൂയ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ നമ്മളോട് അസൂയുള്ള ആൾക്കാർ ഇത്തരത്തിൽ നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും എന്നർത്ഥം. ഇനി ഇതൊന്നും വേണ്ട, ഒരു പൊതുവേദിയാണ് ഇരിക്കട്ടെ, ഒരു ഇദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി തയ്യാറാക്കി. ആ വേദിയിൽ സംസാരിക്കാൻ വേണ്ടി ഇദ്ദേഹം വന്നു എന്നിരിക്കട്ടെ. ഈ അസൂയ ഉള്ള ആൾക്കാരാണ് വന്നതെങ്കിൽ അവർ നമ്മളുടെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പഴയ ചെറിയ ചെറിയ കുറ്റങ്ങൾ എടുത്ത് പറയും. ആ ചെറിയ ചെറിയ കുറ്റങ്ങൾ എടുത്ത് പറയുന്ന അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഇതിവിടെ ആ വിഷയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് സംസാരിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് പൊതുവേദിയിൽ നമ്മളെ അപമാനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിഹാസ കഥാപാത്രമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അഭിനന്ദിക്കേണ്ടതിന് പകരം അവിടെ പരിഹസിക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളോട് എന്തെന്നില്ലാത്ത കടുത്ത അസൂയയുള്ള ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറെ ചിലരുണ്ട്, അവർക്ക് എന്താണ് പ്രത്യേകത അറിയാം? അവർ ചെയ്യുന്നത്, നമ്മൾ ഏത് മേഖലയിലാണോ തിളങ്ങി നിൽക്കുന്നത്
അതേ കാര്യം അതേപടി കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ അത് പകർത്തി അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക, അത് അനുകരിക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിനേക്കാൾ മുന്നേ ഞാനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഇപ്പോൾ നമ്മളൊരു കച്ചവടം ചെയ്തിട്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നിരിക്കട്ടെ, അതേ കച്ചവടം ഇദ്ദേഹം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ നല്ലൊരു വരുമാനം കാര്യങ്ങൾ കിട്ടുന്നിരിക്കട്ടെ. അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ നല്ല പബ്ലിസിറ്റി ആയിരിക്കട്ടെ. ഉടനെ അതേപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്നിട്ട് അതിലൂടെ ഇദ്ദേഹം തിളങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. കാരണം വെച്ചാൽ അതേപടി അത് കണ്ടിട്ട് അതേപോലെ അനുകരിച്ചിട്ട് പബ്ലിസിറ്റി നടന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ആ ഒരു അസൂയയാണ്. ഇപ്പം ഞാനൊരു കട തുടങ്ങി, ആ കടയുടെ അടുത്ത് പോയിട്ട് വേറൊരു കട തുടങ്ങുക. കാരണം ആ അസൂയാണത്. കാരണം അവൻ അവിടെ നിന്ന് കുറേ പൈസ കിട്ടുന്നുണ്ട്, ആ പൈസ പോലെ തന്നെ എനിക്കും കിട്ടണം എന്നുള്ള ചിന്തയാണ് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്കുള്ള കഴിവ് എന്താണോ അതിൽ നമ്മൾ പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ കോപ്പി അടിച്ച് അതേപോലെ തന്നെ പകർത്തി അതുപോലെ ആകാൻ വേണ്ടി ശ്രമിക്കുക. ഈ അവസരത്തിൽ അവനല്ല കേമൻ, ഞാനാണ് കേമൻ, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, എനിക്ക് ഇത്ര വരുമാനം കിട്ടുന്നില്ല, ചിലപ്പോൾ പൊലിപ്പിച്ച് പറയും. ഞാൻ അവനേക്കാൾ മുമ്പേ തുടങ്ങിയതാണ് എന്ന വിധത്തിലൊക്കെ തന്നെ പൊലിപ്പിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അസൂയ ഉള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ നിശ്ചിത അകലം പാലിക്കുകയും വേണം. ഇല്ല എങ്കിൽ നാളെ നമ്മൾക്ക് വലിയ ഒരു അപകടം സംഭവിക്കും. എന്താണെന്നറിയാം? കാരണം ഈ അസൂയ ഉള്ള ആൾക്കാരാണ് നമ്മുടെ കമ്പനി, നമ്മുടെ കൂട്ടുകെട്ട് എന്നിരിക്കട്ടെ, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലെ ആൾക്കാരായിട്ട് നമ്മൾ ഒന്നിച്ച് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പഴുത് കിട്ടിയാൽ നമ്മൾക്കെതിരെ അവരാഞ്ഞടിക്കും. എന്തെങ്കിലും ദുരിതം സംഭവിച്ചെന്നിരിക്കട്ടെ, നമ്മൾ വരുമ്പോൾ ഒരു വാഹനം ഓടിച്ചിട്ടാണ് വരുന്നത്. വാഹനം ഓടിച്ചിട്ട് വരുന്ന അവസരത്തിൽ വഴിയിൽ ഒരു അപകടം സംഭവിച്ചു. ചിലപ്പോൾ ഇവർ പറയും ഇവൻ്റെ വാഹനം ഇടിച്ചിട്ടാണെന്ന് വരെ അവർ പറഞ്ഞേക്കാം. കാരണം ഞാൻ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ എന്ന് വരെ പറഞ്ഞേക്കും. കാരണം എന്താ? ഇവരായിട്ട് കമ്പനി കൂടുമ്പോൾ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ. കാരണം നമ്മുടെ ഉയർച്ചയെ എപ്പോഴും അസൂയയോട് കാണുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടി നടക്കരുത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം എല്ലാവർക്കും പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹങ്കാരം, അസൂയ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വികാരങ്ങൾ എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ചില അവസരങ്ങളുണ്ടാവും. പക്ഷേ ഏതവസരത്തിലും ചില വ്യക്തികളോട് അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞിട്ട് അവരെ നമ്മൾ അകറ്റി നിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റയടിക്ക് അകറ്റി നിർത്തരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അവരിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. അവരകറ്റി നിർത്തുകയാണെന്ന് അവർക്ക് തോന്നണ്ട. തോന്നിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ശക്തമായിട്ട് നമ്മൾക്കെതിരെ പ്രതികരിക്കും. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും തിരക്ക് കാണിച്ചിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും. ഇല്ല എങ്കിൽ അവരിലൂടെ തന്നെയായിരിക്കും നമ്മുടെ നാശമുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കുക. ഇവർ ചിലപ്പോൾ നമ്മളോട് മറ്റുള്ള തരത്തിൽ ചിലപ്പോൾ ഈ ഒരു അഭിനന്ദനം നടത്തുന്ന വേദിയിൽ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഇയാൾ നല്ല രീതിയിൽ അഭിനന്ദനമൊക്കെ നമ്മളോട് ചെയ്യുമെങ്കിലും മറുഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്തെത്തിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ പറയും. ഒരേ വേദിയിൽ വെച്ചിട്ട് ചിലപ്പം മാല ഇട്ടിട്ടോ അല്ലെങ്കിൽ പൊന്നാട അണിഞ്ഞിട്ടൊക്കെ അഭിനന്ദനം പറഞ്ഞാലും വെളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്? നമ്മളെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറയാൻ അവർക്ക് ഇങ്ങനെ ത്വരയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ അകറ്റി നിർത്തണം. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾക്കും എല്ലാവർക്കും ഓരോ തരത്തിലുള്ളതുണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും നമ്മൾക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല. ഇത് പറയാൻ കാരണം വെച്ചാൽ ശരിക്കും സന്യാസിമാർക്കിടയിൽ പോലും ഇത്തരത്തിൽ അസൂയാലുക്കളായ ആൾക്കാരുണ്ട്. അതിലൊരു പരിണിത ഫലമാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠയുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, അവരെക്കുറിച്ച് മറ്റൊരാൾ ഒരു വേദിയിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. അയാളൊരു സ്വാമിയാണ്, സന്യാസിയാണെന്നാണ് അയാൾ പറയുന്നത്. അവസാനം സഹികെട്ടിട്ട് അവരുടെ ഭക്തന്മാർ തന്നെ കയ്യേറ്റം ചെയ്തു. അപ്പോൾ ഈ സനാതന ധർമ്മത്തിൽ അയാൾക്ക് വലിയൊരു സ്ഥാനം ലഭിക്കുന്നില്ല. മറ്റുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നു. കാരണം അവരുടെ ഗുണം കൊണ്ട് ഇപ്പോൾ അമൃതാനന്ദമായി ചെയ്യുന്ന സേവാപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവർ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത വ്യക്തി എന്ത് ചെയ്യും? അവരെക്കുറിച്ച് കുറ്റം പറയും. അയാൾ സന്യാസി എന്ന് പറഞ്ഞിട്ട് എന്തും കാര്യമുണ്ടോ?
അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, ചില സന്യാസിമാരിലും എല്ലാവരിലും ഈ ഒരു ശീലമുണ്ട്. ഏതെങ്കിലും ഒരു ആശ്രമം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ എനക്കാകണമെന്ന് വിചാരിക്കുകയും ആ ആശ്രമത്തെ തരം താഴ്ത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വാമിമാരുണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു തീർത്ഥയാത്ര നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നിരിക്കട്ടെ, അതിൽ അസൂയാലുക്കളായിട്ട് അതിൽ പാര വെച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും അസൂയ ഉള്ളവരായി തീരരുത്. അത് കാരണം വെച്ചാൽ അസൂയ ഉള്ളവരായി തീർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശം കൂടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാമമായാലും ക്രോധമായാലും എല്ലാം തന്നെ ഓരോ ആൾക്കാർക്ക് ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും. അപ്പോൾ ആ കഴിവുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾക്കുള്ളത് ചിലപ്പോൾ നല്ല കഠിനമായിട്ട് അധ്വാനിക്കാനുള്ളൊരു കഴിവായിരിക്കും, എന്നാൽ മറ്റു ചിലർക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ ആ പാട്ട് പാടാനുള്ള കഴിവിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. എന്നാൽ ചില ആൾക്കാർക്ക് ഇത് രണ്ടും അല്ല, നല്ലപോലെ പഠിക്കാനുള്ള കഴിവായിരിക്കും. നമ്മൾ അവനെ കൊണ്ട് അസൂയപ്പെട്ടിട്ട് അവൻ്റെ പഠിപ്പിനെതിരെ പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നല്ലപോലെ കഥ എഴുതാൻ കഴിവുള്ള ആളുണ്ടാവും, നല്ലപോലെ ഈ പ്രഭാഷണം നടത്താൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ പ്രഭാഷകനെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അത് പ്രഭാഷണ വേദിയിൽ തന്നെ നിരവധി ആൾക്കാരുണ്ട്. പ്രഭാഷണ വേദിയിൽ തന്നെ അവരൊക്കെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് നടക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് പാടില്ല. നമ്മളൊരിക്കലും ആ തരത്തിലേക്ക് പോകരുത്. മറ്റുള്ളവരുടേത് നമ്മൾ അവരുടെ കഴിവിനെ അംഗീകരിച്ചും കൊണ്ട് നമ്മുടെ കഴിവിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ ആൾക്കാർക്ക് ഇപ്പം സ്ത്രീകൾക്കിടയിൽ തന്നെ ചിലപ്പോൾ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ ചില ആൾക്കാരുടെ ശബ്ദം വളരെ മനോഹരമായിരിക്കും. സൗന്ദര്യം അവരുടെ ദൈവാനുഗ്രഹമാണ്. പക്ഷേ ഈ പാട്ട് പാടാനുള്ള ഒരു കഴിവ്, നല്ല മധുരമൂർത്ത ശബ്ദം, അതൊരു വളരെ ദൈവാനുഗ്രഹമാണ്, അതൊരു കഴിവാണ്. എന്നാൽ വേറെ ആൾക്കാർക്ക് നല്ലപോലെ നൃത്തം ചെയ്യാനായിരിക്കും കഴിയുക. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, ശബ്ദം വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് നല്ലപോലെ നൃത്തം ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവും. അത് അവരുടെ അംഗീകാരമാണ്, അത് അവരെ നമ്മൾ അഭിനന്ദിക്കണം. അവർക്കില്ലാത്ത കഴിവ് എനിക്കുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നതോട് തന്നെ അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കാൻ പറ്റണം. അങ്ങനെയാകുമ്പോൾ എന്താണെന്നറിയാം, മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമുക്ക് വലിയൊരു സ്ഥാനം ലഭിക്കും. അവരുടെ ഹൃദയത്തിലും നമുക്കൊരിടം ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുക. എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രം ആവണം എന്നുണ്ടെങ്കിൽ ഇത് വേണം, അവരുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തി. അവരുടെ കുറ്റങ്ങളല്ല നമ്മൾ കണ്ടെത്തേണ്ടത്, അവരുടെ കുറ്റങ്ങളല്ല നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത്, അവരുടെ കഴിവുകളെക്കുറിച്ച് നമ്മൾ പറയണം. അവരുടെ ആ കാര്യം വളരെ നന്നായിട്ടിട്ട്, അയാൾ നല്ലൊരു പോലീസ് ഓഫീസറാണ്, അയാൾ നല്ലൊരു ഡോക്ടറാണ്, എപ്പോഴോ ചിലപ്പോൾ ഒരു കയ്യാബദ്ധം പറ്റിയിട്ടുണ്ടാവും, അത് എടുത്ത് പറയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആരുടെങ്കിലും ചിലപ്പോൾ ഒരു പോലീസുകാരൻ പരുഷമായി സംസാരിച്ചിട്ടുണ്ടാവും, അതെടുത്ത് പറയുകയല്ല വേണ്ടത്, മറിച്ച് അവരുടെ ആ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് നല്ല പെരുമാറ്റം അറിയാം, എവിടെ കണ്ടാലും അദ്ദേഹത്തിന് നല്ല ഇതാണ്. ആ ഡോക്ടറുടെ കൈപ്പുണ്യം അത് വേറെ തന്നെയാണ്. അവരുടെ സംസാരം കേട്ടാൽ തന്നെ എത്ര നല്ലൊരു ഡോക്ടറാണ് എന്ന വിധത്തിൽ നമ്മൾ പറയണം. അതേസമയത്ത് അവരുടെ കുറ്റങ്ങൾ എടുത്ത് പറഞ്ഞാൽ എന്തും കാര്യമുണ്ടോ? നമ്മൾക്കും കൂടി അത് ആ കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും നെഗറ്റീവാണ് ഉണ്ടാവുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷകരമായ അനുഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങളും അവരുടെ അഭിനന്ദനങ്ങളും പറയണം. അവരെ കാണുമ്പോൾ തന്നെ അവരെ അഭിനന്ദിക്കാൻ യാതൊരു മടിയും കൂടാതെ നമ്മൾ അഭിനന്ദിക്കണം. അതിൽ കളങ്കമില്ലാത്ത രീതിയിൽ പറയണം, നീ ഗംഭീരമാക്കിയിട്ടുണ്ടാകും, നീ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. ഇത് പറയുമ്പോൾ അവർക്ക് നമ്മളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടാകും, നമ്മളോട് ഒരു ആദരവുണ്ടാകും. നീ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആൾക്കാരില്ല, നിന്നെ ആരും അറിയാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിനന്ദിക്കണം. അതാണ് നമ്മുടെ നല്ല മനസ്സ്. അതേസമയത്ത് ഈ കുറ്റങ്ങൾ ഇപ്പം നമ്മളോട് ചിലപ്പോൾ ഇതുപോലെ ചില ആൾക്കാർ പറഞ്ഞ് വെളിയിൽ പോയിട്ട് കുറ്റം പറയും. നമ്മൾ ഒരാളോടും വെളിയിലും കുറ്റം പറയാൻ പാടില്ല. നമ്മൾ അവരോട് എന്താണോ പറയുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ള സ്ഥലത്തും പോയി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് മേഖല എടുത്താലും, ഇപ്പോൾ ഒരു നല്ല കിണർ പണിക്കാരനുണ്ടാവും, നല്ല തൂമ്പാ പണിക്കാരുണ്ടാവും, നല്ല തെങ്ങ് കയറ്റക്കാരനുണ്ടാവും, അങ്ങനെ എല്ലാ മേഖലയിലും ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുണ്ടാവും. ഇനി ഇതൊന്നുമല്ല, ചില ആൾക്കാർ ഒരു അപകടത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചു, നിന്നെ സമ്മതിക്കണം, നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ഭാവി എന്താവുമായിരുന്നു, നീ അവിടെ എത്തിയത് എന്തോ ഭാഗ്യം, നിനക്ക് ദൈവാനുഗ്രഹം നല്ല പോലെ ഉണ്ട്, അവനെ നമ്മൾ അഭിനന്ദിക്കണം. നീ മാത്രമൊന്നുമല്ല, ഞാനായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക, ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനായാലും എടുത്തു കൊണ്ട് പോകും എന്ന് പറയുമ്പോൾ എന്നറിയാം, അവൻ ചെയ്തതിനോട് തീരെ താല്പര്യമില്ല. ഞാനും മുമ്പ് ഇതേപോലെ ഒരാൾക്ക് ഇത് പറ്റിയ സമയത്ത് ഞാനാണ് ഓടിയെത്തിയിട്ട് അവരെ സഹായിച്ചത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും സ്വയം പുകഴ്ത്തും. എന്തുകൊണ്ടാണ്? ഇതിനോടുള്ള അസൂയ കൊണ്ട്. നിൻ്റെ പാട്ട് ഇങ്ങനെയുള്ളൂ, ഞാൻ ഇതിനേക്കാളും 10 ഇരട്ടി ആൾക്കാരുള്ള വേദിയിൽ ഞാൻ പാട്ട് പാടിയിട്ട് കയ്യടി നേടിയിട്ടുണ്ട്, പാട്ട് പാടിയിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും അങ്ങോട്ട് തട്ടും. ചിലപ്പോൾ നമ്മൾ മുമ്പ് ഇങ്ങനെ മറ്റേ പുറമേ പോയിട്ടോ അതിനേക്കാളും വലിയ കുറ്റങ്ങൾ പറയും, നമ്മളെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പരത്തുന്നുണ്ടാവും, നമ്മളോടുള്ള അസൂയ ഉണ്ടാവും, വേറൊന്നുമല്ല. അപ്പോൾ എന്ത് വേണമെന്ന് അറിയാം, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ കുറച്ച് അകന്ന് നിൽക്കുക. നമ്മൾ ആളെ മനസ്സിലാക്കാനുള്ള വഴിയും മനസ്സിലായി. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് അവർ വഴി മാറിയിട്ട് വേറെ വിഷയം സംസാരിക്കുന്നുണ്ടോ
ഇതിൽ താല്പര്യമില്ലാത്ത പോലെ വേറെ വിഷയമാണോ കൊണ്ടുവരുന്നത്, നമ്മൾ താഴ്ത്തി കെട്ടുന്നുണ്ടോ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിസാരമാക്കി കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് അവരിൽ നിന്ന് മാറി നിൽക്കണം. ഇതെന്തറിയാം, ശക്തമായ കണ്ണേറ് കിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അസൂയാണ് നമുക്കെതിരെ കണ്ണേറായി തീരുന്നത്. ചിലപ്പോൾ നമ്മുടെ കഴിവ് പോലും ഇല്ലാണ്ടായി പോകും. നല്ല പാട്ട് പാടുന്ന ഒരാളാന്നിരിക്കട്ടെ, നല്ല പാട്ട് പാടി സ്റ്റേജിൽ കയ്യടി ഇട്ടിരിക്കട്ടെ, ഇവർ പിറ്റേ ദിവസം നമ്മളെ ഈ അസൂയ കൊണ്ട് മുഴുത്തിലിങ്ങനെ കണ്ണേറുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് തൊണ്ടവേദന പിറ്റേ ദിവസം തുടങ്ങും, പാടാൻ പറ്റുന്നത്. നല്ല ചിത്രം വരക്കുന്ന ഒരാളെ കൈവേദനയായിരിക്കും പിന്നീട് ഈ കണ്ണേറ് കാരണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കും. ഞാൻ ഈ കണ്ണേറിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായി ശ്രദ്ധിക്കുക, നമ്മളെ ശ്രദ്ധിക്കുക. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരുടെ അസൂയയോടുകൂടി നോക്കരുത്. അവർക്ക് ദൈവം കൊടുത്ത കഴിവാണ്, അതിനെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കുക. അതോടൊപ്പം നമ്മുടെ കഴിവുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ആരെങ്കിലും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ്, നീ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അപ്പോൾ ഇതായാലും ഇന്നില്ലേ നമ്മൾ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നിനക്ക് മാത്രം ഒരു പ്രത്യേകതയൊന്നുമില്ല, ഇതിനേക്കാളും വലിയ കഴിവുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മാനസികമായിട്ട് തളരരുത്. നമ്മളെന്ത് വേണമെന്നറിയോ, നമ്മളതിങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. അതൊരു വാശിയായിട്ട് നമ്മൾ എടുക്കണം. എന്ന് നോക്കട്ടെ, ഞാൻ വളരെ കേവമായിരുന്നു, കുറച്ചും കൂടി ഞാൻ ഉയരാൻ വേണ്ടിയിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് പറ്റട്ടെ എന്നിട്ട് നമ്മൾ ആ വിഷയത്തിൽ തന്നെ അടിയുറച്ച് നിന്നിട്ട് നമ്മൾ ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കണം. ഇതൊക്കെ നല്ലപോലെ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ലപോലെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എന്തോ ഒരു ഇത് കഴിഞ്ഞ് ഓടിച്ചെന്ന് സഹായിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ സഹായിച്ചിട്ട് എല്ലാവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോഴായിരിക്കും മറ്റൊരാൾ പറയുന്നുണ്ടാവും, അവൻ ഓടിയെത്തുന്നത് വേറൊന്നും കണ്ടിരുന്നില്ല, അവൻ അവിടെ ആ ഒരു വിഷയത്തിൽ നേട്ടം കണ്ടിട്ട് മാത്രം എന്തെങ്കിലും കാണാണ്ട് അവൻ സഹായിക്കാൻ നിൽക്കൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു വാഹന അപകടത്തിൽപ്പെട്ടിട്ട് അടപ്പെടുത്തു ഉടനെ ഭാര്യ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അവൻ്റെ പേര് പത്രത്തിൽ ഫോട്ടോ വന്നു. അന്നേരം പറയുന്നത് ഓൻ വെറുതെ എന്നല്ല, ആ അവസരത്തിൽ അവരുടെ കയ്യിലുള്ള മോതിരം ചിലപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് അസൂയ കൊണ്ട് മുഴുത്ത് ഭ്രാന്താവുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ തിരിച്ചറിയുക. ഇത് വേറൊരാളെ കുറ്റം പറയുന്നില്ല, നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് അവരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മളോടുള്ള പെരുമാറ്റത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അസൂയ കൊണ്ട് മുഴുത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ പോലും കണ്ടാൽ പോലും കാണാത്ത ഭാവത്തിൽ നടന്നു പോകുന്ന കാണാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ നമ്മളൊരിക്കലും ആകരുത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ നാശത്തിലേക്ക് തന്നെ പോകും. നമ്മളായിക്കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരക്കാർ ചെയ്യുന്ന മറ്റൊരു വലിയൊരു ദോഷമുണ്ട്. ഈ അസൂയ കൊണ്ട് പൂർത്ത് ഇങ്ങനെ അത്ര കണ്ട് മനസ്സിങ്ങനെ വെറുതായി നടക്കുന്നതല്ലേ, അവർ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നല്ല കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാവുമല്ലോ. ആ സുഹൃത്തുക്കളുടെ അരികിൽ ചെന്നിട്ട് ആ സുഹൃത്തിനെയും നമ്മളെയും തമ്മിൽ പിണക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. എന്തിന്? ഇവരോട് ആരൊക്കെ കൂടുന്നുണ്ടോ അവരൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് പരസ്പരം തമ്മിലടിപ്പിക്കാനും തമ്മിൽ തെറ്റിക്കാനുമുള്ള കുൽസിതമായ ശ്രമം ഇത്തരക്കാർ നടത്തും. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരാൾ ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ ഏതെങ്കിലും കാരണവശാൽ നമ്മളോട് അകലുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മൾ അസൂയ ഉള്ള ആൾക്കാർ എന്തോ ഇടപെട്ടിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉടനെ അദ്ദേഹമായിട്ട് സംസാരിക്കുക, എന്താണ് വിഷയം. ചിലപ്പോൾ അവർ ഒഴിഞ്ഞു മാറും പറയാൻ പഠിച്ചിട്ട്. എന്നാലും നല്ല രീതിയിൽ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. കാരണം ഇത്തരം ആൾക്കാർ 100% നമ്മളെ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുക. അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അയൽവാസികളായാലും ഒക്കെ തന്നെ ഇവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അസൂയ ഉള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണ്ടേ? അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് നിശ്ചിത അകലം പാലിക്കേണ്ടേ? ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. വേറെ ചിലരുണ്ട്, നമ്മളെ മറ്റു കുറേ ആൾക്കാർ കൂടി ഇങ്ങനെ അഭിനന്ദിക്കുന്നിരിക്കട്ടെ. ഈ അഭിനന്ദിക്കുന്ന സമയത്ത് ഇവർക്കിത് കേട്ട് നിൽക്കാനോ കണ്ടു നിൽക്കാനോ പറ്റാണ്ട് അവർ നമ്മുടെ ഒന്നിച്ചിട്ടുണ്ടാവും, നമ്മുടെ സുഹൃത്തെന്ന വ്യാജനായിരിക്കും നമ്മുടെ ഉണ്ടാവുക. പക്ഷേ അവർ ആ വിഷയം മാറ്റുകയും എന്നിട്ടോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് അത് കേൾക്കാൻ പറ്റാണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ സംസാരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർ സംസാരിക്കും, ഇയാളൊരക്ഷരം മിണ്ടില്ല, ഈ വിഷയത്തെക്കുറിച്ച് വരും മിണ്ടാതെ ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്ത പോലെ ആയിരിക്കും ചിലപ്പോൾ കേട്ട് നിൽക്കുന്നുണ്ടാവുക. നമ്മളെ വിഷയം നമ്മൾ ആൾക്കാരെ കൂടി സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നുണ്ടോ എങ്കിലും അവർക്ക് നമ്മളോട് അസൂയയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ അസൂയ ഉള്ളവരാണ് എന്ന് നമ്മൾ ഒരാളെക്കുറിച്ച് തിരിച്ചറിഞ്ഞു എന്നിരിക്കട്ടെ. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ കഴിവുകളെക്കുറിച്ച് അവരോട് പറയരുത്. നമ്മളുടെ കഴിവുകളെക്കുറിച്ച് ഒരിക്കലും അവരോട് സംസാരിക്കാൻ ഒന്നിനും ഒരു അവസരം കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് അസൂയ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നമ്മളോട് അസൂയ മുഴുത്തിട്ട് കണ്ണീറായി മാറി അത് നമ്മൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ആളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു കഴിവ്, നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു അഭിനന്ദനം കിട്ടിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നമുക്കൊരു മെഡൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അവരോട് ഒരിക്കലും പറയാതെ അവരിൽ നിന്ന് അത് നമ്മൾ മറച്ചു വെക്കുന്നതായിരിക്കും ഉചിതം. അവരോട് പറയേണ്ട, അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവർ കേട്ട് കഴിഞ്ഞാൽ പോലും നമ്മളോട് അത്രയേറെ മാനസിക സംഘർഷം അവർക്ക് ഇങ്ങനെ മുഴുത്ത് കിടക്കും. അതുകൊണ്ട് നമ്മൾ അവരോട് പറയാതിരിക്കുക, മറിച്ച് അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ അവരോട് പറയുക, അവരെ നമ്മളൊന്ന് പുകഴ്ത്തി കൊടുക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ അഥവാ കണ്ടു കഴിഞ്ഞാൽ ഈ എതിരാളിയുടെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറുക. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളോടുള്ള ഏതെങ്കിലും നീരസം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ. നമ്മളൊരാളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, നമ്മളോടൊരു പ്രിയം തോന്നുമല്ലോ. അവൻ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്, എന്നെ ഞാൻ കുറച്ച് നല്ലവനാണെന്ന് അവർ പറയുന്നുണ്ട് എന്നൊരു ചിന്തയെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക, നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക, ഒരു കാര്യങ്ങളും പറയാതിരിക്കുക. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ അസൂയ മുഴുത്തിട്ട് പിന്നെ അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ പറയുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള കണ്ണേറ് കിട്ടുകയോ ഇത്തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാവുകയോ ചെയ്യില്ല. അവരിൽ നിന്ന് നമ്മൾ നിശ്ചിത അകലം പാലിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അസൂയ ഉള്ള ആൾക്കാരെ തിരിച്ചറിയുക, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല സുന്ദരമായിരിക്കും എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.